നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പൊളി ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റത്തിന്റെ പേര് മനസ്സിലായില്ലേ? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങല്ല, ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഇന്ന് പൊതുവെ മഴ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ എന്തായാലും മഴയത്തൊക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ റെഡി ആയിട്ടില്ല, പ്രിപ്പറേഷനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നേരെ അടുക്കളയിലോട്ട് പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ആ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സ്നാക്സിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ല കുഴച്ച് വെച്ചേക്കുന്നതാണ്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. അതുപോലെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതാ ഉണക്കമുളക്, മല്ലി, പിന്നെ ഇതിനാണ് ഉപ്പ്, പിന്നെ ഇത് കുരുമുളക് പൊടി, ഉപ്പ്. അതുപോലെ നമ്മളത് ആ ബ്രെഡ് കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് കിടന്നാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്സാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിപ്പറേഷനോട്ട് കിടക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കേട്ടോ. ഇത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയില, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്യാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ ഇതുപോലെ ഓരോ ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വറക്കാൻ പോകുന്നത്. ഈ ഷേപ്പ് തന്നെയല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും ഐഡിയ പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഒരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇത് ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ പോലെയൊക്കെ പറയാം. നേരെ അതുപോലെ ബോൾ പോലെ ആക്കിയിട്ട് മുട്ടയിലും മുക്കി നേരെ ബ്രെഡ് മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഓരോ ബോളുകൾ ഇങ്ങനെ ഉണ്ടാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എഗ്ഗ് ബോൾസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇടുന്ന പേരാണ് കേട്ടോ. ഇതെല്ലാം ചെറിയ പെട്ടെന്ന് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എഗ്ഗ് ബോൾസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ബോളോ? ആ, ഉരുളക്കിഴങ്ങ് ബോള്. ആരുണ്ടാക്കണ ഇതൊക്കെ? ആ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ ആ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുള്ളതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പതുക്കെ മറിച്ചിടാം കേട്ടോ. ഇതുണ്ടോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറ സൈഡിലേക്ക് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസ് എല്ലാം ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്ന് കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. നേരെ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. പിന്നെ ഇവിടെ ഇച്ചിരി സോസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. സോസ് നമ്മുടെ കയ്യിലില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല മഴയല്ല, മഴ നല്ല ചൂടാനായിട്ട് ഇങ്ങനെ സ്നാക്സ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ വേണ്ട
നല്ല സോഫ്റ്റ് വേണ്ട സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഉരുളക്കിഴങ്ങ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് മാത്രമല്ല, നല്ല മുളകിൻ്റെ ആ ഒരു മസാലയുടെ ഒക്കെ എരിവും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. പ്രത്യേകിച്ച് തണുത്തൊരു അന്തരീക്ഷം കൂടെ ആയതുകൊണ്ട് നന്നായി പൊളി. എന്നാലും കുഴപ്പമില്ല. ആ ഒരു മസാലയുടെ എല്ലാം മല്ലിയിലയുടെ ഒക്കെ ചെറിയ രീതിയിലുള്ള ടേസ്റ്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി വളരെ അറിയുന്ന കാര്യം തന്നെയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ബോൾസ്. ഉരുളക്കിഴങ്ങ് ബോൾസിന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ടുള്ള അതുവരെയും